പിതാശ്രീ! രൂപവതി, 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 പുത്രി, പുത്രി, എന്തു പറ്റി പുത്രി? നിനക്ക് എന്താണ് പറ്റിയത്? അവനെ വേഗം പിടിക്കൂ. അവൻ രക്ഷപ്പെട്ടു പോകരുത്. വേഗം പിടിക്കൂ. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല പുത്രി. നീ സുരക്ഷിതയല്ലേ? പറയൂ, സംസാരിക്കൂ. എന്തു പറ്റി പുത്രി? നാം സുരക്ഷിതയാണ് പിതാശ്രീ. നാം സുരക്ഷിതയാണ്. അങ്ങ് സുരക്ഷിതനാണോ? അങ്ങയ്ക്ക് മുറിവൊന്നും സംഭവിച്ചില്ലല്ലോ? രൂപവതി, രൂപവതി, മഹാരാജൻ രൂപവതിക്ക് എന്താണ് സംഭവിച്ചത്? രൂപവതി പുത്രി, രൂപവതി നീ സുരക്ഷിതയാണോ? ജ്യേഷ്ഠത്തി അവിടുന്ന് സുരക്ഷിതയാണോ? എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. രൂപവതി, ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി എഴുന്നേൽക്കൂ പുത്രി, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. പുത്രി, നീ സുരക്ഷിതയല്ലേ? പറയൂ പുത്രി. നീ സുരക്ഷിതയാണോ പുത്രി? അതെ ഇളയമേ, നാം തികച്ചും സുരക്ഷിതയാണ്. എന്നാൽ ആരോ ഉണ്ടായിരുന്നു. അയാൾ പിതാശ്രീയുടെ ജീവനെടുക്കാൻ വേണ്ടി. ഇതെന്താണ്? അങ്ങയുടെ രാജ്യത്തിൽ, അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങയെ വധിക്കാൻ ആരാണ് വരിക? അവൻ ആരാണെന്ന് നമ്മുടെ സൈനികർ അവനെ പിടിച്ചു കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. പക്ഷേ നാം ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. രൂപവതി, പുത്രി, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല പിതാശ്രീ, അത് നമുക്കറിയില്ല. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്നൊരു നിമിഷം നമ്മുടെ ശരീരം ദുർബലമാകുന്നത് പോലെ തോന്നി. കൺമുന്നിൽ ശക്തമായൊരു പ്രകാശം തെളിഞ്ഞു. പിന്നീട് അതിനുശേഷം നമുക്കൊന്നും തന്നെ ഓർമ്മയില്ല. ഒരുപക്ഷെ ആ സമയത്ത് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം ചണ്ഡികാദേവി നിന്റെ ഉള്ളിൽ പ്രവേശിച്ചതായിരിക്കും. മുന്നോട്ട് നടക്കാനാ പറഞ്ഞത്. അഥവാ ഇവൻ സത്യം മുഴുവൻ മഹാരാജാവിന്റെ മുൻപിൽ വെളിപ്പെടുത്തുകയാണെങ്കിൽ ആരാണ് നീ? നീ നമ്മുടെ ജീവൻ എടുക്കാൻ വന്നതാണോ? എന്തിനാണ് നമ്മുടെ ജീവൻ എടുക്കാൻ വന്നത്? പറയൂ. അതെ പിതാശ്രീ, ഇയാളുടെ കണ്ണുകൾ കാണുമ്പോ തന്നെ മനസ്സിലാകും ഇയാളെ ആരോ പറഞ്ഞു വിട്ടതാണെന്ന്. നമ്മുടെ ഗൂഢാലോചന മറന്നേക്ക് പുറത്തു വരുമോ? പറയൂ, ആരാണ് നിന്നെ ഇവിടേക്ക് അയച്ചത്? പറയൂ. ഇപ്രകാരം നിശബ്ദത പാലിച്ചാലും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ആരാണ് നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്? മഹാരാജൻ, ഇവന്റെ വന്യമായ മുഖം കാണുമ്പോൾ ഇവനൊരു വൈദ്യനാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വൈദ്യൻ? നീ വൈദ്യനാണോ?
നിങ്ങൾ എവിടേക്ക് അയച്ചത് ആരാണെന്ന് പറയൂ. പറയൂ, നിങ്ങൾ ആരാണ് അയച്ചതെന്ന് പറയൂ. മിണ്ടാത്തത് എന്താണ്? പറയൂ, പറയൂ. ആരാണ് നിങ്ങൾ? എന്തിനിങ്ങനെ നിശബ്ദനായി നിൽക്കുന്നത്? നീ ഇപ്പോൾ ബന്ധിതനായിരിക്കുന്നു. ഇനിയെങ്കിലും പറയൂ, നീ ആരാണ്? ആരാണ് നിന്നെ അയച്ചത്? എന്തു പറ്റി? നീ പറയില്ലേ? വ്യക്തമായി പറയൂ, ആരുടെ വാക്ക് കേട്ടാണ് നീ മഹാരാജാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്? പറയൂ. ഈ കാര്യം നാം ചെയ്യില്ല. യുവരാജൻ കുമാരദേവൻ ഒരു തവണ ഇവിടേക്ക് വരട്ടെ. നാം എല്ലാം ബോധ്യപ്പെടുത്തുന്നതാണ്. എല്ലാ സത്യങ്ങളും പറയും. യുവരാജനെ ബോധ്യപ്പെടുത്തുന്നതിന് മുൻപ് നീ മനസ്സിലാക്കേണ്ടതാണ്. അഥവാ നീ ഈ കാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഒന്നോർത്തോളൂ, നിന്റെ പത്നിയെയും സന്താനത്തെയും ഞങ്ങൾ. നിങ്ങളിത് മനസ്സിലാക്കാത്തത് എന്താണ്? മഹാരാജൻ നമ്മെ സംബന്ധിച്ച് ഭഗവാന് തുല്യമാണ്. അദ്ദേഹം നൽകിയ മരുന്ന് കൊണ്ടാണ് നമ്മുടെ പത്നിയും പുത്രിയും സുഖം പ്രാപിച്ചത്. അദ്ദേഹം കാരണമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അത്രയും കാരുണ്യവാനായ വ്യക്തിയെ നമുക്കെങ്ങനെ വധിക്കാൻ സാധിക്കും? നാം അങ്ങയുടെ കാല് പിടിക്കുകയാണ്. നമ്മെ കൊണ്ട് ഈ പാപം ചെയ്യിക്കാതിരിക്കൂ. പാപത്തിന്റെ പുണ്യത്തിന്റെ കാര്യം മറന്നേക്കൂ. ഈ കാര്യം നീ ചെയ്തേ മതിയാകൂ. ഇനി അഥവാ നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രിയെയും നിന്റെ പത്നിയെയും വധിക്കുന്നതാണ്. നോക്കൂ, നമുക്കിപ്പോൾ സംയമനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പറയൂ, പറയൂ, ആരാണ് നീ? ആരാണ് നിന്നെ അയച്ചത്? ആരുടെ ചാരനാണ് നീ? പറയൂ, പറയൂ, ഉത്തരം നൽകൂ. പറയൂ, ആരാണ് നീ? അല്ലെങ്കിൽ നിനക്ക് മൃത്യുദണ്ഡന നൽകുന്നതാണ്. മിണ്ടാത്തത് എന്താണ്? പറയൂ, പറയൂ, അവനെ പിടിക്ക. നിന്നെ ആരാണ് അയച്ചതെന്ന് പറയൂ. ഇതെന്താണ്? നീ എന്താണ് കുടിച്ചത്? നീ എന്താണ് കുടിച്ചത്? നിങ്ങൾ എന്താണ് കുടിച്ചത്? എന്താണ് കുടിച്ചതെന്ന്? പിതാശ്രീ, പിതാശ്രീ, നീ എന്താണ് കുടിച്ചത്? ഏയ്, അതെന്തായാലും നന്നായി. രാജാവിനെ ആക്രമിച്ചതിന് പിന്നിൽ നമ്മുടെ കരങ്ങളാണെന്ന് ആരും അറിയില്ല. രൂപവതി, രൂപവതി, രൂപവതി.